ഇന്ന് നമുക്ക് ഓണത്തിന്റെ മെയിൻ വിഭവങ്ങളിൽ ഒന്നായിട്ടുള്ള കൂട്ടുകറി തയ്യാറാക്കിയാലോ. എനിക്കും മിക്കവർക്കും കൂട്ടുകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞങ്ങളുടെ വീട്ടിലെ സാധാരണ ദിവസങ്ങളിൽ കൂട്ടുകറി ഒന്നും ഉണ്ടാക്കാറില്ല, ഓണത്തിനാണ് കൂടുതലായും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഓണം സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. ആദ്യം ഞാനിവിടെ അരക്കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം ചേന ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 200 ഗ്രാം പച്ചക്കായയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മത്തങ്ങയും ചേർക്കാവുന്നതാണ് കേട്ടോ. ആദ്യം കുക്കറിൽ കുതിർത്തി വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2.5 കപ്പ് വെള്ളവും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിക്കാൻ വെക്കാം. ഏകദേശം 5 തൊട്ട് 6 വിസിൽ വന്നാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. പ്രഷർ പൂർണ്ണമായും പോയതിനു ശേഷം മാത്രം കുക്കർ തുറക്കുക. ഇനി വേവിച്ച കടലയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചേനയും പച്ചക്കായും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് പ്രഷർ പോയതിനു ശേഷം തുറക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 പച്ചമുളക്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ അരപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 3 തൊട്ട് 4 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ. കറി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് വറുത്തെടുക്കാം. ആവശ്യത്തിന് 2 തൊട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വറുത്തെടുത്ത തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിന്റെ ഏകദേശം 1/4 ഭാഗം കൂട്ടുകറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബാക്കി ഭാഗം അവസാനം കറി കടുകിടുമ്പോൾ ചേർക്കാനായിട്ട് മാറ്റിവെക്കാം കേട്ടോ. ഇനി നമുക്ക് കറിക്ക് താളിപ്പ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ചെടുക്കാം. അവസാനം മാറ്റി വെച്ചിട്ടുള്ള വറുത്ത തേങ്ങയും ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ കൂട്ടുകറി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹോം ഡയറി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.